Dear students, welcome to our next class. Now we are going to discuss about the meaning of growth and development. പലപ്പോഴും നമ്മൾ ഒരുപോലെ യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് meaning of growth and development ആണ്. For a long time, the terms economic development, economic growth, economic progress, and economic welfare have been used as synonyms. കുറെ കാലമായിട്ട് നമ്മൾ ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഇക്കണോമിക് പ്രോഗ്രസ്, ഇക്കണോമിക് ഗ്രോത്ത്, ഇക്കണോമിക് വെൽഫെയർ എന്നീ ടേംസ് എല്ലാം സിനോണിം ആയിട്ട് യൂസ് ചെയ്യുന്ന പദങ്ങളാണ്. അതായത് പര്യായ പദങ്ങളായിട്ടാണ് നമ്മൾ ഈ എല്ലാ വേർഡ്സിനെയും ഉപയോഗിച്ചു പോകുന്നത്. But Professor Schumpeter, in his book The Theory of Economic Development, has made clear distinction between economic development and economic growth. എന്നാൽ പ്രൊഫസർ ഷുംപീറ്റർ ആണ് അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക് ആയിട്ടുള്ള ദ തിയറി ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ബുക്കിൽ ക്ലിയർ ആയിട്ട് ഇക്കണോമിക് ഡെവലപ്മെന്റിനെയും ഇക്കണോമിക് ഗ്രോത്തിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് പറഞ്ഞത്. സിമിലർലി ഉർസുല ഹിക്സ്, C.P. Kindleberger, etc. have also laid stress on the different meaning of these terms. അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്തിനെയും ഇക്കണോമിക് ഡെവലപ്മെന്റിനെയും ക്ലിയർ ആയി ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത രണ്ട് ഫേമസ് ഇക്കണോമിസ്റ്റുകളാണ് ഉർസുല ഹിക്സും C.P. Kindlebergerും. The term economic development is used interchangeably with such terms as economic growth, economic welfare, economic progress, and secular change. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടേമിന് ഇന്റർചേഞ്ചബിളി നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഇക്കണോമിക് ഗ്രോത്ത്, ഇക്കണോമിക് പ്രോഗ്രസ്, ഇക്കണോമിക് വെൽഫെയർ ആൻഡ് ഈവൻ സെക്കുലർ ചേഞ്ച്. ആൻഡ് Schumpeter, Mrs. Ursula Hicks have made a distinction between economic development and economic growth. രണ്ട് ഫേമസ് ആയിട്ടുള്ള ഇക്കണോമിസ്റ്റുകളാണ് ഉർസുല ഹിക്സും ഷുംപീറ്ററും. ഇക്കണോമിക് ഡെവലപ്മെന്റിനെയും ഇക്കണോമിക് ഗ്രോത്തിനെയും ക്ലിയർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത രണ്ട് ഇക്കണോമിസ്റ്റുകളാണ് ഷുംപീറ്റർ ആൻഡ് ഉർസുല ഹിക്സ്. Economic development refers to the problems of underdeveloped countries and economic growth to those of advanced countries. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മീനിങ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അതിൽ നമ്മൾ പറയുന്നത് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെയാണ് ഇക്കണോമിക് ഡെവലപ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. At the same time, economic growth to those of advanced countries. Advanced countries-നെ represent ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ economic growth എന്ന term യൂസ് ചെയ്യുന്നത്. Professor Ursula Hicks has correctly stated development should relate to backward countries, whereas there is possibility of developing and using hitherto unused resources. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഫസർ ഉർസുല ഹിക്സ് എങ്ങനെയാണ് ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന ടേമിനെയും ഗ്രോത്ത് എന്ന ടേമിനെയും ക്ലിയർലി ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് എന്ന് നമുക്ക് പ്രൊഫസർ ഉർസുല ഹിക്സിന്റെ ഈ ഒരു ഡെഫിനിഷനിൽ നിന്നും ക്ലിയർ ആണ്. ഡെവലപ്മെന്റിനെ ബാക്ക്വേർഡ് കൺട്രീസുമായിട്ടാണ് ഡെവലപ്മെന്റ് എന്ന ടേം റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. Where there is possibility of developing hitherto unused resources. Developed അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടേം നമ്മൾ പറഞ്ഞു ബാക്ക്വേർഡ് കൺട്രീസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാക്ക്വേർഡ് കൺട്രീസിന്റെ പ്രോബ്ലംസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നു. ബാക്ക്വേർഡ് കൺട്രീസിലായിരിക്കും
അൺയൂസ്ഡ് റിസോഴ്സസ് ഇല്ല. ബാക്ക്വേർഡ് കൺട്രീസിൽ നിലനിൽക്കുന്ന ഇതുവരെയുള്ള hitherto unused റിസോഴ്സസ്, അതിനെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഒരു ഡെവലപ്മെന്റ് ബാക്ക്വേർഡ് നാഷൻസിൽ ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ സിംപ്ലി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. And the term growth is applicable to economically advanced countries where most of the resources are already known and developed. But just opposite ആണ്. The term growth എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്കണോമിക്കലി അഡ്വാൻസ്ഡ് കൺട്രീസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അഡ്വാൻസ്ഡ് കൺട്രീസിന്റെ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മോസ്റ്റ് ഓഫ് ദ റിസോഴ്സസ് എല്ലാം നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തതായിരിക്കും, അത് നമ്മൾ യൂസ് ചെയ്തതായിരിക്കും, ഡെവലപ്പ് ചെയ്തിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കും അഡ്വാൻസ്ഡ് കൺട്രീസിലുള്ള. നേരെ മറിച്ച് ഡെവലപ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ബാക്ക്വേർഡ് കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ നിലനിൽക്കുന്നത് അൺയൂസ്ഡ് റിസോഴ്സസ് ആണ്. So, Professor Ursula Hicks has correctly stated development should relate to backward countries where there is possibility of developing and using hitherto unused resources. അപ്പോൾ ബാക്ക്വേർഡ് കൺട്രീസിലാണ് പോസിബിലിറ്റി ഉള്ളത്. എന്തിന്റെ പോസിബിലിറ്റി? അൺയൂസ്ഡ് റിസോഴ്സസിനെ യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നത്. And the term growth is applicable to economically advanced countries where most of the resources are already known and developed. Then the growth എന്ന് പറയുന്ന ടേം ഇക്കണോമിക്കലി അഡ്വാൻസ്ഡ് കൺട്രീസിലാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അഡ്വാൻസ്ഡ് കൺട്രീസിന്റെ മെയിൻ ഫീച്ചർ ആണ് അവരുടെ റിസോഴ്സസ് അവർ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. Economic growth may be defined as a steady and continuous rise in the aggregate real national product of any economy over a long period of time. Then നമ്മൾ ഇക്കണോമിക് ഗ്രോത്തിന്റെ മീനിങ്ങിലോട്ട് കടന്നു ചെല്ലാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതൊന്നും കൂടെ ഓർക്കുക. ഇക്കണോമിക്കലി അഡ്വാൻസ്ഡ് കൺട്രീസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ പറയുന്നതാണ് ഡെഫിനേഷനിൽ പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കാം. ഇക്കണോമിക് ഗ്രോത്ത് മേ ബി ഡിഫൈൻഡ് ആസ് എ സ്റ്റഡി ആൻഡ് കണ്ടിന്യൂസ് റൈസ് ഇൻ ദ അഗ്രിഗേറ്റ് real national product of any economy over a long period of time. Simply economic growth എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷന്റെ റിയൽ നാഷണൽ പ്രൊഡക്റ്റ് സിംപ്ലി റിയൽ നാഷണൽ ഇൻകം ഓവർ എ ലോങ് പീരീഡിൽ ഇൻക്രീസ് ചെയ്യുന്ന സ്റ്റഡി ആൻഡ് കണ്ടിന്യൂസ് ഇൻക്രീസ് വരുന്ന സിറ്റുവേഷനെ നമുക്ക് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയാം. ഒരു നാഷന്റെ റിയൽ നാഷണൽ പ്രൊഡക്റ്റ് ഓവർ എ ലോങ് റണ്ണില് കണ്ടിന്യൂസ് റൈസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ടേമിൽ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് വേറൊന്നിനുമല്ല, റിയൽ നാഷണൽ പ്രൊഡക്റ്റ് ഓഫ് എ ഇക്കോണമിക്കാണ് നമ്മൾ ഈ ഒരു ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ സിംപ്ലി ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷന്റെ അഗ്രിഗേറ്റ് റിയൽ നാഷണൽ പ്രൊഡക്റ്റ് ഓവർ എ ലോങ് പീരീഡിൽ കണ്ടിന്യൂസ് റൈസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയാം. അപ്പൊ നമ്മൾ നോക്കി വന്നത് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഇക്കണോമിക് ഗ്രോത്ത് എന്താണെന്നുള്ളത് നമ്മൾ ക്ലിയർലി ഡിഫൈൻ ചെയ്തു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. G.M. Mayer has explained that economic development is a process whereby the real per capita income of a country increases over a long period of time. Then next നമ്മൾ നോക്കുന്നത് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടേമിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ അതിനു വേണ്ടി ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് G.M. മേയറുടെ ഡെഫിനിഷൻ ആണ്. According to Mayer, economic development is a process. ഈ ഒരു ഡെഫിനിഷനിൽ നമ്മൾ പറയുന്നത് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ് ആണ്. whereby the real per capita income of a country increases over a long period of time.
ആ ഒരു പ്രോസസ്സിൽ എന്താണ് നടക്കുന്നത്? റിയൽ പെർ ക്യാപിറ്റൽ ഇൻകം ഓഫ് എ കൺട്രി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. GM മേയറുടെ ഡെഫിനിഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട ഐഡിയാസ് ആണ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് എ പ്രോസസ് എന്നുള്ളത്. So process, first one is process. Then second, real per capita income. And third, over a long period of time. Process, per capita income and long period of time. ഈ 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയിട്ട് ഈ ഡെഫിനിഷനിൽ നമുക്ക് എടുത്തു പറയേണ്ടത്. So the definition explains 3 ingredients of economic development. As I told, first one, process. Process refers to the social, technological, and economic forces which stimulate economic development and helps in accelerating its growth. And such forces are optimum use of capital, employment of modern production techniques, technological development, search for additional resources, and control of population, and so on. And the process of also implies government action to provide economic development, and such actions related to monetary, fiscal, and even trade policies. And these policies are important instruments of economic development. And in brief, process refers to dynamic changes which help in raising the real national income of a country. And economic development, therefore, a dynamic process. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനിൽ GM മേയറുടെ ഡെഫിനിഷൻ നമ്മൾ നോക്കി. അതിൽ അദ്ദേഹം പറഞ്ഞു ഇക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് എ പ്രോസസ് whereby the real per capita income of a country increases over a long period of time. Then അതിലത്തെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് പ്രോസസ്. ഒരു പ്രോസസ് ആയിട്ടാണ് ഇക്കണോമിക് ഡെവലപ്മെന്റിനെ അദ്ദേഹം കാണുന്നത്. ഒരു ഡൈനാമിക് പ്രോസസ് ആണ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Process refers to dynamic changes which helps in raising the real national income. Real national income increase ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡൈനാമിക് ആയിട്ടുള്ള പ്രോസസ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതിൽ നമുക്ക് സോഷ്യൽ ആയിട്ടുള്ളത്, ടെക്നോളജിക്കൽ ആയിട്ട്, ഇക്കണോമിക് ആയിട്ടുള്ള ഡിഫറെന്റ് ഫോഴ്സസിനെ നമുക്ക് പറയാൻ സാധിക്കും. അതിൽ വരുന്ന ഫോഴ്സസ് ആണ് ഒപ്റ്റിമം യൂസ് ഓഫ് ക്യാപിറ്റൽ, മോഡേൺ പ്രൊഡക്ഷൻ ടെക്നിക്സ്, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, ആൻഡ് സെർച്ച് ഫോർ അഡീഷണൽ റിസോഴ്സസ്, ആൻഡ് ഈവൻ കൺട്രോൾ ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെന്റ് പ്രോസസ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ് എന്ന് പറയുന്ന ടേമിൽ സോഷ്യലായിട്ടും ഇക്കണോമിക് ആയിട്ടും ടെക്നോളജിക്കൽ ആയിട്ടുള്ള എല്ലാ ആസ്പെക്ട്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഗവൺമെന്റ് ആക്ഷൻസും, ഗവൺമെന്റ് എടുക്കുന്ന ഫിസ്ക്കൽ പോളിസി, റിസർവ് ബാങ്ക് എടുക്കുന്ന മോണിറ്ററി പോളിസി, ആൻഡ് ഗവൺമെന്റ് എടുക്കുന്ന ട്രേഡ് പോളിസി, അതെല്ലാം ഈ ഒരു പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് ആണ്. സിംപ്ലി പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. അതിൽ സോഷ്യൽ ആയിട്ടുള്ളതും ടെക്നോളജിക്കൽ ആയിട്ടുള്ളതും ഇക്കണോമിക് ആയിട്ടുള്ളതും ഗവൺമെന്റ് എടുക്കുന്ന ഡിഫറെന്റ് ആക്ഷൻസും അതൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമ്മളുടെ റിയൽ നാഷണൽ ഇൻകത്തിൽ ഒരു ഇൻക്രീസ് വരുന്നു. അപ്പോൾ റിയൽ നാഷണൽ ഇൻകത്തിൽ ഇൻക്രീസ് വരുത്താൻ സാധിക്കുന്ന ഡൈനാമിക് ആയിട്ടുള്ള എല്ലാ ചേഞ്ചസിനെയും നമുക്ക് സിംപ്ലി എന്തെന്ന് പറയാം? പ്രോസസ് എന്ന് പറയാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഗവൺമെന്റ് എടുക്കുന്ന ഒരു ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമായിട്ട് നമ്മളുടെ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിയൽ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഐഡിയയാണ്. ഈ ഒരു ഡെഫിനിഷനിൽ നിന്നും other things being equal, there is a positive correlation between the real national income and
ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഒരു പോസിറ്റീവ് കോറിലേഷൻ നമുക്ക് കാണാൻ പറ്റും റിയൽ നാഷണൽ ഇൻകം ഇക്കണോമിക് ഡെവലപ്മെന്റും തമ്മിൽ. ഒരു നാഷന്റെ റിയൽ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഒരു നാഷൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് അറ്റൈൻ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടും. അതുപോലെ തന്നെ ഒരു നാഷന്റെ റിയൽ നാഷണൽ ഇൻകം ഡിക്ലൈൻ ചെയ്യുന്ന ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ ഒരു നാഷന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റും ഡിക്ലൈൻ ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കാണാൻ സാധിക്കും. ഹയർ റിയൽ നാഷണൽ ഇൻകം of a country is considered as an indicator of higher economic development. In brief, we can say that real national income is the measuring rod of economic development. Though it may be an imperfect method for measuring development, it is, however, used for global development comparisons. നമ്മൾ പലപ്പോഴും ഒരു ഇംപെർഫെക്റ്റ് മെഷർ ആയിട്ടാണ് നാഷണൽ ഇൻകത്തിനെ കൺസിഡർ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഗ്ലോബൽ ഡെവലപ്മെന്റ് കമ്പാരിസൺസിന് പോലും നമ്മൾ റിയൽ നാഷണൽ ഇൻകത്തിനെ കൺസിഡർ ചെയ്യാറുണ്ട്. ഹിയർ എംഫസൈസ് ഈസ് ഓൺ ദ വേർഡ് റിയൽ, which signifies that purchasing power of national income should be taken into account for the quantifying development. In other words, money national income is discounted by the price index as shown by the formula YR, which is equal to YM divided by P. Here YR is the real national income, YM is the money national income, and P, which simply represents price index. So ഇവിടെ ഈ ഒരു സെക്കൻഡ് ഐഡിയയിൽ ഡെഫിനിഷനിൽ വരുന്ന സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റിൽ നമ്മൾ പറയുന്നത് ഫോക്കസ് കൊടുക്കുന്നത് റിയൽ എന്ന് പറയുന്ന ടേമിനാണ്. നമ്മൾ പറയുന്നത് റിയൽ നാഷണൽ ഇൻകം നോക്കിക്കൊണ്ട് നമുക്ക് ആ ഒരു നാഷൻ ഡെവലപ്ഡ് ആണോ അണ്ടർ ഡെവലപ്ഡ് ആണോ ഡെവലപ്പിംഗ് ആണോ എന്നുള്ളത് കാറ്റഗറി ചെയ്യാൻ പറ്റും. ഹിയർ വി ആർ ഫോക്കസിങ് ഓൺ റിയൽ. റിയൽ എന്ന് പറയുന്ന ടേമിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമുക്കറിയാം റിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസിങ് പവറിനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ റിയൽ നാഷണൽ ഇൻകം വിച്ച് ഈസ് ഈക്വൽ ടു മണി നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പ്രൈസ് ഇൻഡെക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിയൽ നാഷണൽ ഇൻകം അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. ദെൻ നെക്സ്റ്റ് തേർഡ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്, ഡെഫിനിഷനിൽ നമ്മൾ കണ്ടതായിരുന്നു GM മേയർ എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തത്. ഇക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് എ പ്രോസസ്. അപ്പോൾ പ്രോസസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കി. നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഏതൊരു ചേഞ്ചിനെയും ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് പ്രോസസ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതൊരു സോഷ്യൽ ആയിട്ടുള്ള ചേഞ്ച് ആവാം, ഇക്കണോമിക് ആയിട്ടുള്ള ചേഞ്ച് ആവാം, ഗവൺമെന്റ് എടുക്കുന്ന പോളിസി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ചേഞ്ച് ആവാം. ദെൻ സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ നോക്കിയതായിരുന്നു റിയൽ നാഷണൽ ഇൻകം. റിയൽ നാഷണൽ ഇൻകം YR, which is equal to YM divided by P ആണ്. മണി നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പ്രൈസ് ലെവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് റിയൽ ആയിട്ടുള്ള നാഷണൽ ഇൻകം കിട്ടുന്നത്, വിച്ച് സിംപ്ലി ഇൻഡിക്കേറ്റ്സ് ദ പർച്ചേസിംഗ് പവർ. ആൻഡ് തേർഡ് വൺ നമ്മൾ നോക്കുന്നത് ലോങ് പീരീഡ് എന്ന് പറയുന്ന ഒരു ഐഡിയയാണ്. The third component of development is long period, which signifies that real national income should continue to rise in the long period to sustain development process. The continuous rise in the real national income over a long period of time becomes an essential condition for accelerating development. While discussing the term long period, GM Mayer has made distinction between initiating development and sustaining development. He is of the opinion that rise in real national income in the short period helps in initiating development, while its increase in the long period is essential for sustaining economic development.
അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻകം ഓവർ എ ലോങ് പീരീഡിൽ ഇൻക്രീസ് ചെയ്യണം. ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതിനെ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. ഓവർ എ ലോങ് പീരീഡിൽ നാഷണൽ ഇൻകത്തിൽ അല്ലെങ്കിൽ റിയൽ നാഷണൽ ഇൻകത്തിൽ ഒരു കണ്ടിന്യൂസ് ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല GMA ക്ലിയർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യേറ്റിംഗ് ഡെവലപ്മെന്റ് ഷോർട്ട് ഡ്യൂറേഷനിൽ നടക്കുന്ന പ്രോസസ് ആണ്. ആൻഡ് സസ്റ്റൈനിങ് ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് സസ്റ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിയൽ നാഷണൽ ഇൻകം ഓവർ എ ലോങ് പീരീഡിൽ കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ സസ്റ്റൈനിങ് ഡെവലപ്മെന്റ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഡെഫിനിഷനിൽ പറയാനുള്ളത്. GMAയുടെ ഫേമസ് ആയിട്ടുള്ള ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ നോക്കിക്കണ്ടത്. GMA has explained that economic development is a process whereby the real per capita income of a country increases over a long period of time എന്നാണ് GMA ഇക്കണോമിക് ഡെവലപ്മെന്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതൊരു പ്രോസസ്സാണ്. ഡൈനാമിക് ചേഞ്ചസ് സിനെയാണ് സിംപ്ലി നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് റിയൽ നാഷണൽ ഇൻകം ഓവർ എ ലോങ് പീരീഡിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സിംപ്ലി നമുക്ക് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയാം. Then next we are going to discuss about the 3 core values of development. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെന്റിന്റെ 3 core values അല്ലെങ്കിൽ 3 core values of development ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Professor Gowlett and others assert 3 basic components or core values which should serve as conceptual basis and practical guidelines for understanding the inner meaning of development. അപ്പോൾ പ്രൊഫസർ ഗൗലറ്റ് പറയുന്ന 3 പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന 3 കോർ വാല്യൂസ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. They are life sustenance, self-esteem and freedom. These core values represent the common goals sought by individuals and societies. അപ്പോൾ 3 കോർ വാല്യൂസിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ 3 ഡെവലപ്മെന്റിൽ വരുന്ന 3 കോർ വാല്യൂസ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രൊഫസർ ഗൗലറ്റിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഡെവലപ്മെന്റിൽ വേണ്ടതായിട്ടുള്ള 3 കോർ വാല്യൂസ് ആണ് ലൈഫ് സസ്റ്റനൻസ്, which is nothing but the ability to provide basic needs. അപ്പോൾ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ആദ്യമായിട്ട് വേണ്ടത് ലൈഫ് സസ്റ്റനൻസ് ആണ്, which is nothing but the ability to provide basic needs. It is a national phenomenon that all people have basic needs without which good life is impossible. അപ്പോൾ ബേസിക് നീഡ്സ് ഇല്ലാതെ ഒരു ഗുഡ് ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. The basic needs include food, shelter, clothing, health, protection and so on. ബേസിക് നീഡ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, ഹെൽത്ത് ഫെസിലിറ്റീസ്, പ്രൊട്ടക്ഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് സോ ഓൺ. അപ്പോൾ ആദ്യത്തെ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജസിലൊക്കെ നമ്മൾ ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്ങിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഓരോ ഇയേഴ്സ് കഴിയും തോറും നമ്മളുടെ ബേസിക് നീഡ്സിൽ കൂടുതൽ ഐറ്റംസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിനൊപ്പം തന്നെ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, അതിനൊപ്പം ഹെൽത്ത്, ഈവൻ എഡ്യൂക്കേഷൻ, പ്രൊട്ടക്ഷൻ, അതൊക്കെ നമ്മൾ ഇന്നത്തെ സിറ്റുവേഷനിൽ ബേസിക് നീഡ്സ് ആയിട്ടാണ് അതിനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തു പോകുന്നത്. When any one of these in short supply, the life of people may become miserable that a condition of underdevelopment exists. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ പറയുന്ന ബേസിക് നീഡ്സിൽ അത് ഡിപ്പെൻഡ്സ് ഓൺ നേഷൻസ്.
ഓരോ നേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു ബേസിക് നീഡ്സിൽ വരുന്ന ഏതെങ്കിലും ഒരു ഐറ്റം ഷോർട്ട് സപ്ലൈ ആണ്, അല്ലെങ്കിൽ അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് എങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു നാഷനെ ഡെവലപ്ഡ് നാഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അത് സിംപ്ലി അണ്ടർ ഡെവലപ്മെന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ബേസിക് നീഡ്സ് ഷോർട്ട് സപ്ലൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഓഫ് പീപ്പിൾ മിസറബിൾ ആയി മാറുന്നതാണ് നമ്മൾ പറയുന്നത്. So, as such, the primary function of development or any economic activity is to provide as many people as possible the basic needs of life. നമ്മൾ പറയുന്നത് ഡെവലപ്മെന്റിനുള്ള ഫസ്റ്റത്തെ കാര്യമായിട്ട് നമ്മൾ പറയുന്നതാണ് നമുക്ക് സാധിക്കുന്ന അത്ര ജനങ്ങൾക്ക് ലൈഫ് സസ്റ്റനൻസ് അല്ലെങ്കിൽ ബേസിക് നീഡ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റത്തെ കണ്ടീഷനായിട്ട് നമ്മൾ പ്രൊഫസർ ഗൗലറ്റ് മുന്നോട്ട് വെക്കുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ പ്രൊഫസർ ഗൗലറ്റ് ഐഡന്റിഫൈ ചെയ്തത് സെൽഫ് എസ്റ്റീം ആണ്, വിച്ച് ഈസ് നത്തിങ് ബട്ട് ടു ബി എ പേഴ്സൺ. എസ്റ്റീം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതിപ്പ് അല്ലെങ്കിൽ ആദരം എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ മീൻ ചെയ്യുന്നത്. The second component of the good life is self-esteem. It is a natural instinct that people of all shapes, that means political, social, and even religious, seek self-esteem, though we may call it respect, identity, dignity, honor, or recognition. അപ്പോൾ ഏത് ഫീൽഡിലുള്ള പീപ്പിൾ ആയാലും, പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് റിലീജിയസ് ആയിട്ടായാലും നമ്മൾ എപ്പോഴും സെൽഫ് എസ്റ്റീം വേണമെന്ന് ആഗ്രഹിക്കും. ദോ വി മേ കോൾ ഇറ്റ് ആസ് റെസ്പെക്ട്, ഐഡന്റിറ്റി, ഡിഗ്നിറ്റി ഓർ റെക്കഗ്നിഷൻ എന്നീ പേരുകളിലൊക്കെ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ടു ബി എ പേഴ്സൺ, ഒരു പേഴ്സണ് എപ്പോഴും ഒരു സെൽഫ് എസ്റ്റീം കിട്ടുന്ന രീതിയിലുള്ള ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു നേഷൻ ഒരു ഡെവലപ്മെന്റിൽ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ഇക്കോണമിയിൽ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. The nature and form of self-esteem may vary from society to society and from culture to culture. Society to society അല്ലെങ്കിൽ culture to culture നമുക്ക് സെൽഫ് എസ്റ്റീമിൽ വേരിയേഷൻസ് കാണാൻ സാധിക്കും. With the advent of industrialization, modern values in the form of self-respect have undergone a change. അപ്പോൾ ഇക്കോണമി മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഈവൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വന്നപ്പോൾ മോഡേൺ വാല്യൂസ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റിലൊക്കെ നമ്മൾ മുമ്പ് കണ്ടിരുന്ന പോലെ അല്ല, അതിലൊക്കെ ചേഞ്ചസ് വരാൻ തുടങ്ങി. ആൻഡ് ദ വേർഡ് എസ്റ്റീം ഹാസ് ബിക്കം അസോസിയേറ്റഡ് വിത്ത് മെറ്റീരിയൽ വെൽത്ത് ആൻഡ് ഇക്കണോമിക് പവർ. അപ്പൊ നമ്മൾ മുമ്പ് കണ്ടിരുന്നത് റെസ്പെക്ട് അല്ലെങ്കിൽ ഡിഗ്നിറ്റി അല്ലെങ്കിൽ റെക്കഗ്നിഷൻ, ഓണർ, അതിനൊക്കെയാണ് നമ്മൾ സെൽഫ് എസ്റ്റീം ആയിട്ട് കൺസിഡർ ചെയ്തത്. എങ്കിൽ ഇക്കോണമി മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ between society to society and culture to culture and even advent of industrialization ഈ പറഞ്ഞ വാല്യൂസിനൊക്കെ ചേഞ്ചസ് വരാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എസ്റ്റീം എന്ന് പറയുന്ന ആ ഒരു ടേമിൽ നമ്മൾ കൂടുതൽ വെൽത്തിനും അല്ലെങ്കിൽ മെറ്റീരിയൽ വെൽത്തിനും ഇക്കണോമിക് പവറിനുമൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. അപ്പൊ സെൽഫ് എസ്റ്റീമിൽ കടന്നുകൂടിയ രണ്ട് കാര്യങ്ങളായിരുന്നു മെറ്റീരിയൽ വെൽത്തും അതുപോലെ തന്നെ ഇക്കണോമിക് പവറും. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു പേഴ്സണെ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന എസ്റ്റീമിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യത്തേതിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജസിൽ റെസ്പെക്ട്, ഡിഗ്നിറ്റി, ഓണർ ആൻഡ് റെക്കഗ്നിഷൻ ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇന്നത്തെ സിറ്റുവേഷനിൽ മെറ്റീരിയൽ വെൽത്തും ഇക്കണോമിക് പവർ കൂടെ സെൽഫ് എസ്റ്റീമിൽ റെക്കഗ്നൈസ് ചെയ്തു തുടങ്ങി എന്നാണ് ഈ ഒരു ഐഡിയയിൽ നമ്മൾ പറയുന്നത്. ദെൻ തേർഡ് വൺ, ഫ്രീഡം ഫ്രം സെർവിറ്റ്യൂഡ് or to be able to choose എന്നാണ് നമ്മൾ പറയുന്നത്. The third and the final component of good life is freedom from servitude. ഫ്രീഡം ഫ്രം സെർവിറ്റ്യൂഡ് വേണം, അതായത് സിംപിളി അടിമത്തത്തിൽ നിന്ന് നമുക്ക് ഒരു ഫ്രീഡം വേണം എന്നാണ് ഈ ഒരു പോയിന്റിൽ നമ്മൾ മീൻ ചെയ്യുന്നത്. ഹിയർ ദ കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം ഈസ് നോട്ട് ടു ബി അണ്ടർസ്റ്റുഡ് ഇൻ ദ പൊളിറ്റിക്കൽ ഓർ ഐഡിയോളജിക്കൽ സെൻസ് ബട്ട് ഇൻ എ മോർ ഫണ്ടമെന്റൽ ആൻഡ് വൈഡർ പെർസ്പെക്റ്റീവ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഫ്രീഡം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഫ്രീഡം അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ഫ്രീഡം മാത്രമല്ല, അതൊരു വൈഡർ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ ഒരു ഫ്രീഡത്തെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്.
Freedom is to be understood in terms of emancipation from the material constraints, social taboos, dogmatic beliefs, and ignorance, misery, etc. അപ്പൊ നമുക്ക് എല്ലാ തരത്തിലുള്ള ഫ്രീഡം വേണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വൈഡർ പെർസ്പെക്റ്റീവിൽ നമ്മൾക്ക് ഫ്രീഡത്തെ നോക്കിക്കാണണം. എല്ലാ തരത്തിലും വിമോചനം നമുക്ക് ലഭിക്കണം. മെറ്റീരിയൽ കൺസ്ട്രെയിൻസിൽ നിന്നുള്ള ഫ്രീഡം വേണം. സോഷ്യൽ ടാബൂസ്, അതുപോലെ തന്നെ ബിലീഫ്സ് ഒക്കെ നിലനിന്നിരുന്ന ഇതിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കണം. ഇഗ്നോറൻസ്, മിസറി അല്ലെങ്കിൽ കഷ്ടപ്പാട്, ദുരിതം, അതിൽ നിന്നുള്ള എല്ലാ മോചനമാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഫ്രീഡം എന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. Arthur Lewis has explained the relationship between economic growth and freedom from servitude by stating that the advantage of economic growth is not that wealth increases happiness, but that it increases range of human choices. Famous ആയിട്ടുള്ള Arthur Lewis the relationship between economic growthും ഫ്രീഡത്തെയും വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽത്ത് ഇൻക്രീസസ്, ഇക്കണോമിക് ഗ്രോത്തിൽ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്തിന്റെ മെയിൻ ഫീച്ചർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമുക്ക് വെൽത്ത് ഉണ്ടായി, അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടായി എന്നല്ല. നമ്മളുടെ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിച്ച് ഇൻക്രീസസ് റേഞ്ച് ഓഫ് ഹ്യൂമൻ ചോയ്സസ്. ഹ്യൂമൻ ചോയ്സസിന് കൂടുതൽ സ്കോപ്പ് അവിടെ കിട്ടി എന്നാൽ മാത്രമേ നമുക്ക് അതിനെ ഇക്കണോമിക് ഗ്രോത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അർദർ ലൂയിസ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഇക്കണോമിസ്റ്റ് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഫ്രീഡം വിച്ച് സിംപ്ലി മീൻസ് വെൽത്ത് ഇൻക്രീസസ് ഹാപ്പിനെസ് എന്നല്ല, വിച്ച് ഇൻക്രീസസ് റേഞ്ച് ഓഫ് ഹ്യൂമൻ ചോയ്സസ് ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഹ്യൂമൻ ചോയ്സസ്, നമുക്ക് ഡിഫറെന്റ് ചോയ്സസ് വേണം, നമുക്ക് ഡിഫറെന്റ് ഫ്രീഡം നമുക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്രോത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡിഫറെന്റ് ചോയ്സസ് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റണം. The concept of human freedom also includes in itself various components of political freedom like rule of law and freedom of expression, political participation, and equality of opportunity. And for the realization of these ends, economic development is very essential. And though economic development, societies can gain control and command over the physical environment and can make available larger goods and services, and which can ensure greater leisure and more freedom for all its members. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് വേറൊന്നല്ല, എല്ലാ ഇൻഡിവിജ്വൽസിനും ചൂസ് ചെയ്യാൻ കഴിയണം. എല്ലാവർക്കും ഒരു ചോയ്സ് ഉണ്ടായിരിക്കണം. നമ്മൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടാനുള്ള തരത്തില് പ്രാപ്തിയുള്ള ഒരു സൊസൈറ്റി ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ഇക്കോണമി ആയിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ എല്ലാ തരത്തിലുള്ള ഫ്രീഡം ഉണ്ടായിരിക്കണം. സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ആയിട്ടുള്ള ഫ്രീഡം നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയണം. ടു ബി ഏബിൾ ടു ചൂസ് അല്ലെങ്കിൽ ഫ്രീഡം ഫ്രം സെർവിറ്റ്യൂഡ് ആണ് തേർഡ് പോയിന്റ്. ആൻഡ് ഓൾ ദീസ് ത്രീ ആർ ദ important components of development എന്നാണ് പ്രൊഫസർ ഗൗലറ്റ് പറയുന്നത്. and the three core values are nothing but life sustenance, the ability to provide basic needs, എല്ലാ ഇൻഡിവിജ്വൽസിനും ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. then second one self esteem, എല്ലാവർക്കും സെൽഫ് എസ്റ്റീം എൻജോയ് ചെയ്യാൻ സാധിക്കണം. to be a person ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള സിറ്റുവേഷൻ എല്ലാ ഇൻഡിവിജ്വൽസിനും ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കണം. ദെൻ ഫൈനലി ഫ്രീഡം ഫ്രം സെർവിറ്റ്യൂഡ് അല്ലെങ്കിൽ ടു ബി ഏബിൾ ടു ചൂസ്, എല്ലാ തരത്തിലുള്ള ഫ്രീഡവും ആ ഒരു നാഷനിലുള്ള സിറ്റിസന് എൻജോയ് ചെയ്യാൻ സാധിക്കണം. ഇത്രയാണ് നമുക്ക് ത്രീ കോർ വാല്യൂസ് ഓഫ് ഡെവലപ്മെന്റിൽ പറയാനുള്ളത്. സോ നിങ്ങൾക്ക് നമ്മൾ നോക്കി വന്നത് ഗ്രോത്തിന്റെയും അതുപോലെ തന്നെ ഡെവലപ്മെന്റിന്റെയും ഡെഫിനിഷൻ ആയിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഗ്രോത്ത് എന്താണ് ഡെവലപ്മെന്റ് എന്നീ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. സിംപ്ലി ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളുടെ റിയൽ നാഷണൽ ഇൻകത്തിൽ വന്ന ഒരു ഇൻക്രീസിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് നോക്കി കണ്ടത്. ദെൻ ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കി. ഗ്രോത്ത് അഡ്വാൻസ്ഡ് കൺട്രീസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഗ്രോത്ത് എന്ന് പറയുന്ന ടേം നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നേ. എന്നിരുന്നാൽ ഡെവലപ്മെന്റ് എന്ന ടേം പലപ്പോഴും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. ദെൻ ഫേമസ് ആയിട്ടുള്ള GM മേയറുടെ ഡെഫിനിഷൻ നമ്മൾ നോക്കി. അതിൽ ഡെവലപ്മെന്റിന് അദ്ദേഹം നോക്കി കാണുന്നത് ഒരു പ്രോസസ് ആയിട്ടാണ്. റിയൽ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഒരു ലോങ് പീരീഡിൽ റിയൽ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ GM മേയർ ഡെവലപ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തത്. ദെൻ ഫൈനലി നമ്മൾ നോക്കിയത് 3 കോർ വാല്യൂസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. പ്രൊഫസർ ഗൗലറ്റ്സിന്റെ അഭിപ്രായത്തിൽ 3 കോർ വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സസ്റ്റനൻസ്, സെൽഫ് എസ്റ്റീം ആൻഡ് ഫൈനലി ഫ്രീഡം. ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.